ചോറ് ഞാൻ ചരുവത്തിലെടുത്ത് ആദ്യം അരി വടിച്ച ഉടനെ അവന് കുറച്ച് ചോറെടുത്ത് തണുക്കാൻ വയ്ക്കും കേട്ടോ. എന്നിട്ട് ചൂട് ചോറും മീനും ഞാൻ ഇങ്ങനെ അധികം കറി എടുക്കാറില്ല, എങ്കിലും വെറും മീൻ മാത്രം. ഇത് കണ്ടില്ല, അധികമൊന്നും കറി ആയിട്ടില്ല, പക്ഷേ കുറച്ച് കറിയെങ്കിലും വെച്ച് കൊടുത്തില്ലെങ്കിൽ അവന് ഛർദ്ദിക്കുന്ന ഒരു ടെൻഡൻസി. അവന് വെറും മീൻ അവിച്ച് കൊടുത്തപ്പം ഉപ്പില്ലാതെ മഞ്ഞപ്പൊടി ഇട്ട് അവിച്ച് കൊടുത്തപ്പോഴേ അവന് പറ്റണില്ല. അവൻ അതങ്ങ് ശീലിച്ചു പോയി. ഞാനല്ല, അമ്മ കൊടുത്ത് ശീലിച്ചതാണ്. ചോറ് കഴിക്കാൻ വിളിച്ചപ്പം കുടുകൂടാ ഓടുവാണ്. ഓടല്ല, അതുവഴി ഓടരുത്. ആ കഴിക്കടാ. അത് മീനൊക്കെ നിറയെ ഉണ്ട്. അങ്ങനെ നീ ഒന്ന് കഴിച്ചെങ്കിലും കേട്. എൻ്റെ അമ്മ വന്നാൽ മാത്രം കഴിച്ചാൽ മതി എന്നാണ് നോക്കൂ. ഒരു വക കഴിക്കൂല. എൻ്റെ ബാക്ക് നടക്കണം ഞാൻ. കണ്ടല്ല, ഇരിയടാ അവിടെ. ചോറ് ഇവിടെ ഇരിക്കണം. അവ എവിടെ എത്തിയെന്ന് നോക്കി. ഞാൻ അവൻ്റെ കൂടെ എങ്ങനെ കൊണ്ടോടണമെന്ന് മനസ്സിലാവണം നിങ്ങൾക്ക്. പാതറ അല്ല, അതവന് ഇതെടുത്ത് വെച്ച് തിന്നൂടെ? കഴിച്ച് നോക്ക്. ഇവിടെ വാടാ. ഇവിടെയല്ല, ഞാൻ കൊണ്ടുപോകണമെന്ന് നോക്കണേ. തല വേണോ? തലയൊന്നും കഴിക്കില്ല അവൻ. എന്ത് മടിയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അവൻ കുഞ്ഞിലേ ഇങ്ങനെയാണ്. ഇവിടെ ആര് ഭക്ഷണം കഴിച്ചാലും അവ ഏതെങ്കിലും ഒരു മൂല കിടന്നുറങ്ങും. പിന്നെ അവ എണീക്കുമെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്സോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഓടി വന്ന് ഇരിക്കും. എനിക്കും കൂടി തായോന്ന് ചോദിച്ചുകൊണ്ട്. അല്ലാതെ ഇവിടെ കാപ്പി കുടിക്കുമ്പോഴായാലും ഉച്ചയ്ക്ക് മറ്റേ നൈറ്റ് കഴിച്ചാലും കൊള്ളാം. അവനൊന്നും അറിയണ്ട, ഈ ഉറക്കം നന്നായിട്ടാണ്. പിന്നെ അവന് ഇഷ്ടമുള്ള പലഹാരമോ മണമൊക്കെ അടിക്കുമ്പോൾ പിന്നെ ചിക്കനോ ബീഫോ അതൊക്കെ ഇച്ചിരി മണം അടിച്ചാൽ അത് ചോറ് നമ്മൾ കഴിക്കണതിൻ്റെ അടുത്ത് വന്നൊന്നും അവൻ വന്നിരിക്കില്ല. അല്ലാതെ അതൊക്കെയാണ് അവന് ഇഷ്ടം. അതിന് മാത്രമേ അവൻ വന്നിരിക്കുകയുള്ളൂ. വേറെ ഒന്നും അവൻ ഈ എവിടെയെങ്കിലും കിട്ടുന്നത് എന്നാ സ്വർഗമെന്നും പറഞ്ഞ് ഒരു ഉറക്കമാണ് അവൻ്റെ. ഉണ്ടാ, പക്ഷേ അവന് ചോറ് കഴിക്കുമ്പോൾ മടിയനായിട്ടുണ്ട് കേട്ടോ. ഇപ്പം അങ്ങ് പോയി അങ്ങ് ചവച്ചരച്ച് അങ്ങ് കൊടുത്താൽ കഴിക്കാമെന്നുള്ള രീതിയിലാണ് അവൻ നടക്കണം.